എടാ നാണമുണ്ടോ നിനക്കൊക്കെ? നാണമുണ്ടോ? നിനക്കൊക്കെ പറ്റിയ കളി ഉണ്ടല്ലോ, പി എസ് എല്ലിൽ പോയി കളിക്കുന്നതാണ് നിനക്കൊക്കെ നല്ലത്. IPL കളിക്കാനുള്ള യാതൊരുവിധ യോഗ്യതയും ഇപ്പോ മുംബൈ ഇന്ത്യൻസ് ടീമിന് ഇല്ല. ബുംറ 5 മത്സരമായാലും ഒരു വിക്കറ്റ് എടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ? ബുംറയ്ക്ക് പറ്റുന്നുണ്ടോ ഒരു വിക്കറ്റ്? വലിയ മാരക പ്രകടനവും 5 വിക്കറ്റ് പ്രകടനമൊന്നും വേണ്ട, ഒരു വിക്കറ്റ് എടുക്കാൻ കഴിയുന്നുണ്ടോ ബുംറയ്ക്ക്? പിന്നെ എല്ലാം കൊണ്ടും ബുംറയെ കൊണ്ട് എടുത്തിടണ്ട. ഞാൻ ഇത്രയും ബോളേഴ്സിൽ ബുംറ ഒഴികെ വിശ്വസിക്കാൻ പറ്റിയ ഏത് ബോളറുണ്ട് പറ? അവസാനം ഒരു 10 റണ്ണ് ഡിഫെൻഡ് ചെയ്യാനുണ്ട്. ഈ ബോളർമാർ ബുംറ ഒഴികെ ഏതൊരാൾക്ക് നിങ്ങൾ ബോൾ ഓവർ കൊടുക്കും? ഇമാരുടെ തലയിൽ വല്ല മണ്ണ് വല്ലതാണ് ഇത്. ഇത് ഈ ഈ പ്ലേയിങ് ഇലവൻ ഉണ്ടല്ലോ, ആദ്യമേ ടോസ് എടുത്ത സമയത്ത് അത് കഴിഞ്ഞിട്ട് കാണിക്കുമല്ലോ. ഇത് കാണുമ്പോഴേ ഇത് കാണുമ്പോൾ കൊച്ചു കുട്ടി പോലും പറയുമില്ല ബുംറ അല്ലാണ്ട് മുംബൈക്ക് എറിയാൻ വേറെ ആരും ഇല്ല എന്ന്. ആ ഡീകോക്ക് ആ ഒരു സെഞ്ചുറി അടിച്ചു, ഒരു രക്ഷയില്ല കേട്ടോ. അതിന്റെ ഒരു മാറ്റ് ബാക്കിയുള്ളവരെ കൂടി കോളമാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സൂര്യകുമാർ യാദവ് ഇനി പരിസരത്ത് നിന്നെ കണ്ടാലുണ്ടല്ലോ, ആ കുറച്ചൊക്കെ ഉളുപ്പ് വേണം. ഒരു ആരെ ഒന്ന് പറഞ്ഞു തരാം. ഹർദിക് പാണ്ഡ്യക്ക് ക്യാപ്റ്റനായിട്ട് വന്ന അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നമാണ്. ഇതിനായിട്ട് ടീമിനകത്തൊരു 5 ബോളർമാർക്ക് മാറി മാറി തല്ല് കിട്ടിയിട്ട് ഈ അല്ലാണ്ട് 6-മതൊരു ബോളറിനെ പരീക്ഷിക്കാൻ ഓപ്ഷൻസ് ഇല്ലെന്ന് മുംബൈ ഇന്ത്യൻസ് ടീമിനകത്ത്, അല്ലെങ്കിൽ പ്ലേയിങ് ഇലവനകത്ത്. അപ്പൊ ഈ 5 പേരും അത്ര സ്ട്രോങ് ബോളർമാരായിരുന്നു നിങ്ങൾക്ക്? 5 പേരും ബുംറയുടെ അത്ര പോട്ടെ, ബുംറയേക്കാൾ ഒരു പടി ലെവൽ താഴെയുള്ളവരാണോ? ബുംറയേക്കാൾ 2 പടി ലെവൽ താഴെയുള്ളവരാണോ? പിന്നെ എന്തോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ടീമിനെ എടുത്ത് തെരഞ്ഞിടുന്നത്? ആ അശ്വിനി കുമാറിനെ ആരും ഷർദുൽ ഠാക്കൂറിന്റെ പകരമോ ദീപക് ചഹറിന് പകരമോ അശ്വിനി കുമാറിനെ എടുത്ത് ഇടുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ മായങ്ക് റാവുത്തിന് ബോളിംഗ് കൊടുക്കാത്തത് ലാസ്റ്റ് വിക്കറ്റ് പോകണ്ടേ? റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ആണ്, ഇവൻ റൈറ്റ് ഹാൻഡ് ബോളർ ആണ്, ഇട്ട് കൊടുത്ത കീച്ചൊന്നറിയാം. അപ്പൊ 5 റൈറ്റ് ഹാൻഡ് ബാറ്റർമാർ ഉള്ളെടുത്ത് പിന്നെ എന്തോത്തിനാ ഇവന്റെ ഡെപ്യൂട്ടായിട്ട് അങ്ങോട്ട് കയറ്റി വിട്ടത്? എന്തിനാ? ആ സമയത്ത് ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും കയറ്റിയ പോരായിരുന്നോ? ഇങ്ങനെ കുറെ മണ്ടത്തരം പിടിച്ചിട്ട് തലയെ കളിമണ്ണോട്ട് നടക്കുന്ന ഒരു ടീം സത്യം പറഞ്ഞാൽ വെറുപ്പിക്കുന്നുണ്ട് നല്ലപോലെ മുംബൈ ഇന്ത്യൻസ്. പിന്നെ ഇതിനിടയ്ക്ക് പഞ്ചാബിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, നല്ല കളിയാണ്. പക്ഷെ ഞാൻ ഒരു മുംബൈ ആരാധകനായതുകൊണ്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കാൻ ഇവിടെ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി, മൈൻഡ് കുറച്ചതായിപ്പോയി. പഞ്ചാബ് ആരാധകർ ക്ഷമിക്കണം. ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു, ഒന്നും പറയാനില്ല. ശ്രേയസ് അയ്യർ, പൃഥ്വി സിംഗ് ഒരു രക്ഷയില്ല, നല്ല കളിയായിരുന്നു.